സുരേഷ് ഒരു സാധാരണക്കാരനാണ്. സുരേഷിന്റെ സാലറിയും 25,000 രൂപയാണ്. യാത്രാ ആവശ്യങ്ങൾക്കായി ഒരു ബൈക്ക് വാങ്ങാം എന്ന് തീരുമാനിച്ചു. മറ്റുള്ളവർ ഉപയോഗിച്ച ബൈക്ക് വാങ്ങുന്നതിലും നല്ലത് പുതിയ മോഡലിൽ അപ്ഡേറ്റ് ആയിട്ടുള്ള ഒരു ബൈക്ക് EMI ഇട്ട് വാങ്ങുന്നതാണ് നല്ലതെന്ന് സുരേഷ് തീരുമാനിച്ചു. പുതിയ ബൈക്കിനെ ഒരു അച്ചീവ്മെൻ്റ് ആയിട്ടാണ് സുരേഷ് കണ്ടത്. കയ്യിലുള്ള മൊബൈൽ ഫോണും വസ്ത്രങ്ങളും അങ്ങനെ തുടങ്ങി എല്ലാം സുരേഷ് ട്രെൻഡിനനുസരിച്ച് മാറ്റിക്കൊണ്ടേയിരുന്നു. ഈ അപ്പിയറൻസ് തനിക്ക് നല്ല റിച്ച് ലുക്കും കോൺഫിഡൻസും നൽകുന്നതായി സുരേഷ് വിശ്വസിച്ചു. പണം പോയാലും പവർ വരട്ടെ എന്ന് കരുതി ഇതിൻ്റെ എല്ലാം EMI സന്തോഷത്തോടെ സുരേഷ് അടച്ചു പോകുന്നുണ്ടായിരുന്നു. കുറച്ചു വർഷങ്ങൾ അങ്ങനെ കടന്നുപോയി. ജീവിത ചെലവുകൾ ഉയർന്നു വന്നപ്പോൾ സുരേഷിന് കടം വാങ്ങാതെ ആവശ്യങ്ങൾ നടത്താൻ വേറെ വഴികളൊന്നും ഇല്ലാതെയായി. സാലറി എമൗണ്ടിൽ നല്ലൊരു തുക EMI അടയ്ക്കാനും മറ്റു ചിലവുകൾക്കുമായി പോകുന്നതിനാൽ ഒന്നും സേവ് ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. ഒരു EMI അടച്ചു തീരുമ്പോൾ അടുത്ത EMI എന്ന സ്ഥിതിയിലായിരുന്നു പോക്ക്. പെട്ടെന്ന് സുരേഷിന് തൻ്റെ ജോലി നഷ്ടമായി. പുതിയൊരു ജോലി അന്വേഷിക്കുന്നതിനിടെ രമേശ് ചിന്തിച്ചു, എങ്ങനെ EMI അടയ്ക്കും? നാളെ ഒരു അസുഖം വന്നാൽ എന്തു ചെയ്യും? താൻ വാങ്ങിച്ച ബൈക്ക് വിറ്റാൽ അന്ന് വാങ്ങിയതിൻ്റെ പകുതി വില പോലും കിട്ടില്ല. കടം തന്നെയാണ് ശരണം.